ഈ അമേരിക്കയിൽ വന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾ, ഇപ്പോൾ H1 വിസ തന്നെ എടുക്കാം. H1 വിസ ഇല്ലാതാക്കിയാൽ അമേരിക്ക തകർന്നു പോകുമോ? ഒരിക്കലുമില്ല. എന്തായാലും അമേരിക്ക വലുതായതുകൊണ്ടും അമേരിക്ക മഹത്തരമായതുകൊണ്ടുമാണ് നമ്മളൊക്കെ ഇവിടെ വന്നത്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലോ മംഗോളിയയിലോ ഒക്കെ പോകാനായിട്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും അമേരിക്കയിൽ വരാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളും ഇവിടുത്തെ സ്വാതന്ത്ര്യവും ഇവിടുത്തെ കാര്യങ്ങളും. അപ്പോൾ അതിന് സ്വാതന്ത്ര്യത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഈ ഒരു പോലീസുകാരൻ നമ്മളെ പരിശോധിക്കുന്നു, നമ്മുടെ ID ചോദിക്കുന്നു, പിന്നെ അല്ലെ നമ്മുടെ കാറ് തടഞ്ഞു നിർത്തി നമ്മളെ ഊതിക്കുന്നു. ആ പരിപാടിയൊക്കെ ഇന്ത്യയിലേ നടക്കുള്ളൂ. കാരണം അമേരിക്കയിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ പറയുന്നത് പോലീസും പിന്നെ ഉദ്യോഗസ്ഥരും വിശ്വസിക്കുന്നു. ഞാൻ ഇന്നതാണ് ആവശ്യപ്പെടുന്നത്. നേരെ മറിച്ച് ഇന്ത്യയിൽ പോയി ഒരു സർക്കാർ ഓഫീസിൽ പോയി നമ്മൾ ഇന്നയാളാണ് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവരെ നമ്മൾ ചെല്ലുന്നയാൾ ഒരു കള്ളനാണെന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളോട് പെരുമാറുന്നത്. കാരണം അതിന് നമ്മുടെ രേഖകൾ മറ്റേത് മറിച്ചത് ഇതെല്ലാം കാണിക്കണം. നേരെ മറിച്ച് അമേരിക്കയിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കും അവർ പറയുന്നത്. പക്ഷേ നമ്മൾ കള്ളത്തരം പറഞ്ഞാൽ അത് പിന്നീട് നമുക്ക് ദോഷമായി ഭാവിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇരിക്കുന്നത്. അപ്പോൾ ഈ H1 വിസ നോക്കുമ്പോൾ H1 വിസ ഇല്ലെങ്കിൽ അമേരിക്ക തകർന്നൊന്നും പോകാൻ പോകുന്നില്ല. അതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. ഇനി H1 വിസയിൽ വരുന്നവരിൽ നല്ലൊരു പങ്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത ആളുകളാണ്. പ്രത്യേകിച്ചും ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ അവിടെയുള്ള വ്യാജ യൂണിവേഴ്സിറ്റികളിലും വ്യാജ കോളേജുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് പഠിച്ച് അവരുടെ ആളുകൾ തന്നെ കാണും, അവരൊക്കെ പഠിപ്പിച്ചും ഒക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ H1 വിസയുടെ ചില ഗുണങ്ങൾ പറയുന്നത്, ഇന്നിപ്പം ന്യൂയോർക്കിലിരിക്കുന്ന ആള് നാളെ സിയാറ്റിൽ പൊയ്ക്കോ അല്ലെങ്കിൽ കാലിഫോർണിയയിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ അവർ പോകും, അവർക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് ഒരു അമേരിക്കക്കാരനോട് അങ്ങനെ പറഞ്ഞാൽ അത് നടക്കുമോ? അത് നടക്കില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കമ്പനികൾക്ക് കിട്ടുന്നു H1 വിസ. അതുപോലെ തന്നെ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കിട്ടുന്നു. അപ്പോൾ കുറഞ്ഞ ശമ്പളത്തിന് ആളുകളെ കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടുത്തെ ആളുകളുടെ ശമ്പളം കുറയുന്നു, ഇവിടുത്തെ ആളുകളുടെ അവസരം കുറയുന്നു. അതിൽ സത്യമില്ലാഴികയില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നിപ്പോൾ അമേരിക്കയിൽ ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാൾക്ക് ഒരു ജോലി കിട്ടുക പ്രയാസമുള്ള കാര്യമാണ്. നേരെ മറിച്ച് അമേരിക്കക്കാരുടെ ഒരു സങ്കല്പം 12ാം ക്ലാസ് വരെ പഠിക്കുക, അതുവരെ ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. അതിനുശേഷം കോളേജിൽ വലിയ തുക കൊടുത്തു പോകണം. അതിൻ്റെ ആവശ്യമില്ല. ഇവിടുത്തെ ഒരുവിധപ്പെട്ട ജോലികൾക്കെല്ലാം 12ാം ക്ലാസ് മതി, ധാരാളമായിട്ട് മതി. അത് പഠിക്കണമെന്ന് പോലുമില്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 12ാം ക്ലാസ് പഠിച്ച് ഒരാൾ പോയി ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ അപ്പുറത്ത് വന്നിരിക്കുന്ന ഇന്ത്യക്കാരനും ചൈനക്കാരനും ഒക്കെയാണ്. അവന് MA MSc അതുപോലെയൊക്കെയുള്ളത് പഠിച്ചു വന്നിരിക്കുന്നവരാണ്. ന്യായമായിട്ടും ആ ടെസ്റ്റിൽ ഈ ഇന്ത്യക്കാരും മറ്റുള്ളവരും ജയിക്കും.